السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على سيدنا محمد وعلى آل وأصحاب سيدنا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كتاب أنزلناه إليك لتخرج الناس من الظلمات إلى النور بإذن ربهم إلى صراط العزيز الحميد. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ പ്രവർത്തകർ സമീപിക്കുമ്പോൾ എല്ലാവരും നമ്മുടെ സമ്മേളനത്തിന് വേണ്ടി സർവ്വസഹായങ്ങളും സഹകരണങ്ങളും ചെയ്തു കൊടുക്കണമെന്ന് സംഘാടക സമിതിക്ക് വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ലോകം കണ്ട പണ്ഡിതന്മാരിൽ അതിശ്രേഷ്ഠരാണ്. മഹാനവറുകൾ അവിടുത്തെ കിതാബ് റിസാലയിൽ ഉദ്ധരിച്ച ഒരു ആയത്താണ് ഞാൻ ഓതിയിട്ടുള്ളത്. വലൈസത് തൻസിലു ബി അഹദിൻ മിൻ അഹ്ലി ദീനില്ലാഹി നാസിലത്തുൻ ഇല്ലാ വഫീ കിതാബില്ലാഹി ദലീലു അലാ സുബുലിൽ ഹുദാ ഫീഹാ. ഏതൊരു സംഭവം, ഏതൊരു വിഷയം അള്ളാഹുവിൻ്റെ ദീൻ സ്വീകരിച്ചവർക്ക് വന്നാലും അള്ളാഹുവിൻ്റെ ഗ്രന്ഥമായ ഖുർആനിൽ അവിടെ സന്മാർഗത്തിൻ്റെ വഴി അറിയിക്കുന്ന തെളിവുകൾ, ദൃഷ്ടാന്തങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് അതിന് തെളിവായി ഉദ്ധരിച്ചതാണ് കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ ളുലുമാതി ഇലൻ നൂർ. മനുഷ്യരെ ഇരുളുകളിൽ നിന്ന് പ്രകാശത്തിലേക്ക് കൊണ്ടുവരാൻ അങ്ങയിലേക്ക് നമ്മൾ ഇറക്കിയ ഗ്രന്ഥമാണ് ഖുർആൻ. ബിഇദ്നി റബ്ബിഹിം. ഏത് കാര്യം നടക്കണമെങ്കിലും അള്ളാഹുവിൻ്റെ ഉദ്ദേശപ്രകാരം മാത്രമേ നടക്കുകയുള്ളൂ. ഏത് വഴിയിലേക്കാണ് ഈ ഖുർആൻ മുഖേന ഇരുട്ടിൽ നിന്ന് മനുഷ്യരെ സന്മാർഗത്തിലേക്ക്, വെളിച്ചത്തിലേക്ക് നയിക്കുന്നത്? ഇലാ സിറാത്തിൽ അസീസിൽ ഹമീദ്. സിറാത്തില്ലാഹി അല്ലദീ ലഹു മാ ഫിസ് സമാവാതി വൽ അർദ്. യഥാർത്ഥത്തിൽ അസീസും ഹമീദുമായ അള്ളാഹുവിൻ്റെ വഴിയിലേക്ക്. അത് തന്നെയാണ് മറ്റൊരായത്തിൽ വലാകിൻ ജഅൽനാഹു നൂറൻ നഹ്ദീ ബിഹി മൻ നശാഉ മിൻ ഇബാദിനാ വഇന്നക ലതഹ്ദീ ഇലാ സിറാത്തിൻ മുസ്തഖീം സിറാത്തില്ലാഹി അല്ലദീ ലഹു മാ ഫിസ് സമാവാതി വൽ അർദ്. അള്ളാഹുവിൻ്റെ വഴിയിലേക്ക്, നേരെയുള്ള മാർഗത്തിലേക്ക് ഓ നബിയെ തങ്ങൾ സമൂഹത്തെ നയിക്കുന്നു. പരിശുദ്ധ ഖുർആനാണ് അടിസ്ഥാനം. ജഅൽനാഹു നൂറൻ നഹ്ദീ ബിഹി മൻ നശാഉ മിൻ ഇബാദിനാ. ആ പരിശുദ്ധ ഖുർആനിനെ നമ്മൾ ഉദ്ദേശിക്കുന്നവരെ സന്മാർഗത്തിലേക്ക് നയിക്കുന്ന പ്രകാശമായി നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നു. പക്ഷേ ആ പരിശുദ്ധ ഖുർആൻ അനുസരിച്ച് ജനങ്ങളെ നയിക്കുന്ന വ്യക്തി വഇന്നക ലതഹ്ദീ ഇലാ സിറാത്തിൻ മുസ്തഖീം, ഓ നബിയെ അവിടുന്നാണ്. അള്ളാഹുവിൻ്റെ മാർഗം ഏതാണ് എന്ന് ഖുർആൻ മുഖേന മനസ്സിലാകണമെങ്കിൽ അവലംബിക്കപ്പെടേണ്ടുന്ന നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ധാരാളം ആയത്തുകളിൽ പരിശുദ്ധ ഖുർആൻ ഇത് സൂചിപ്പിച്ചിട്ടുണ്ട്. പരിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅ
സമസ്ത കേരള സുന്നി യുവജന സംഘം ആണല്ലോ. സുന്നി എന്ന് പറയുന്നത് ആർക്കാണ്? പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും അംഗീകരിക്കുന്നവർ, ഭാഗികമായി അംഗീകരിക്കുന്നവരോ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യുന്നവരോ ഖുർആനിനെ തെറ്റിദ്ധരിപ്പിക്കുന്നവരോ അല്ല. ശരിയായ ഖുർആനിൻ്റെ ആശയം ലോകത്ത് പഠിപ്പിക്കാൻ അള്ളാഹു നിശ്ചയിച്ച നേതാവ്, അതാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വിശദീകരിച്ചതനുസരിച്ച് അൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം വലഅല്ലഹും യതഫക്കറൂൻ. ഓ നബിയെ, ഖുർആൻ ഇറക്കിയത്, ആ പരിശുദ്ധ ഖുർആൻ ഗ്രഹിക്കാൻ ഖുർആൻ നിർദ്ദേശിച്ച മാർഗം സ്വീകരിക്കുന്നവർക്കാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, അൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം വലഅല്ലഹും യതഫക്കറൂൻ. ഓ നബിയെ, അങ്ങയ്ക്ക് ഖുർആൻ ഇറക്കിയത് അവിടുന്ന് വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. ചിലർ ഖുർആനുള്ളപ്പോൾ പിന്നെ എന്തിനാണ് ഹദീസ്, എന്തിനാണ് നബിചര്യ, ഖുർആനുള്ളപ്പോൾ പിന്നെ എന്തിനാണ് ഇമാമിങ്ങൾ, എന്തിനാണ് മുൻഗാമികളെ പിന്തുടരേണ്ട ആവശ്യം, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മുസ്ലിം സമൂഹത്തിനിടയിൽ ഭിന്നിപ്പ് സൃഷ്ടിക്കുന്നവർ ഉണ്ട്. വാസ്തവത്തിൽ ഖുർആൻ അതിൻ്റെ ശരിയായ വഴിയിൽ വിവരിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു നിയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഖുർആൻ വലാകിൻ ജഅൽനാഹു നൂറൻ നഹ്ദീ ബിഹി മൻ നശാഉ മിൻ ഇബാദിനാ എന്ന് ഖുർആനിൻ്റെ സവിശേഷത പറഞ്ഞുകൊണ്ട് വഇന്നക ലതഹ്ദീ ഇലാ സിറാത്തിൻ മുസ്തഖീം, ശരിയായ വഴിയിലേക്ക് ജനങ്ങളെ നയിക്കുന്നവരാണ് നിശ്ചയമായും തങ്ങൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞത്. ഈ ആയത്താണ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു വളരെ ഗൗരവത്തോടുകൂടി അവിടുത്തെ കിതാബ് റിസാലയിൽ എടുത്തുദ്ധരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു വിഷയം ഒരിക്കലും ഖുർആനിന് എതിരാവുകയില്ലെന്നും തമ്മിൽ എന്നും യോജിച്ചുകൊണ്ടല്ലാതെ ഉണ്ടാവുകയില്ലെന്നും സമർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആ പരിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു പഠിപ്പിച്ച ഒരു വിഷയമാണ് വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസി വമാ യഖിലുഹാ ഇല്ലൽ ആലിമൂൻ. പരിശുദ്ധ ഖുർആൻ വിവരിക്കുന്ന മോഡലുകൾ അത് മഹാപണ്ഡിതന്മാർക്ക് മാത്രമേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ എന്ന് ഖുർആൻ തന്നെ പറയും. ഇതുകൊണ്ടാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബുൽ മുസ്തസ്ഫയിൽ ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് ബഗ്ദാദിലെ മുഅ്തസിലികൾക്ക് മറുപടി പറഞ്ഞു. ഇതുപോലെ ഖദരി വാദക്കാർക്ക് മറുപടി പറഞ്ഞു. അവരുടെ വാദം എന്തായിരുന്നു? ഓരോരുത്തരും ഖുർആൻ നോക്കി മതം കണ്ടെത്തണം, മറിച്ച് ഖുർആൻ സമഗ്രമായി പഠിച്ച മുജ്തഹിദുകളായ ഇമാമിങ്ങൾ, അവരിൽ ഏറ്റവും മുൻപന്തിയിലുള്ളവരാണ് സഹാബികൾ. വസാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാരി വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും എന്ന് ഖുർആൻ പറഞ്ഞ സഹാബികൾ, അവരിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. ഏറ്റവും വിവരമുള്ള ആളാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. സുബ്ഹാനല്ലാഹ്, ചിലപ്പോൾ തെറ്റിദ്ധരിപ്പിക്കുന്നവരുടെ തെറ്റിദ്ധാരണയിൽ കുടുങ്ങിപ്പോയ ചിലർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സഹാബത്തിൽ വിവരം കുറഞ്ഞ ആളാണ് എന്ന് വരെ തെറ്റിദ്ധരിച്ചു പോകുന്നൊരു സാഹചര്യമുണ്ടായിട്ടുണ്ട്. സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം, വഖാന അഅലമന, സഹാബത്തിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും വിവരമുള്ള ആള് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണെന്ന് സഹാബിയായ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറഞ്ഞത് സഹീഹുൽ ബുഖാരിയിൽ കാണാം.
ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുതൽക്കുള്ള മുജ്തഹിദുകളായ ഇമാമിങ്ങൾ അവർ പറയുന്നതനുസരിച്ചാണ് സഹാബത്തിൻ്റെ കാലത്തുള്ള എല്ലാവരും ജീവിച്ചിരുന്നതും നിയമം മനസ്സിലാക്കിയിരുന്നതും. അതുകൊണ്ടാണ് മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു തുടങ്ങി എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞത് കാണാം. ആ ഖദരിയ്യത്ത്, അതുപോലെ ബഗ്ദാദിലെ മുഅ്തസിലത്ത് വാദിച്ച വാദം, ഓരോരുത്തരും തെളിവ് നോക്കി നിയമം കണ്ടെത്തണം എന്ന വാദം വളരെ അപകടമാണ്. അത് മഹാന്മാരായ സഹാബത്തിൻ്റെയും താബിഈങ്ങളുടെയും ഇജ്മാഇനും പരിശുദ്ധ ഖുർആനിനും എതിരാണ്. ഖുർആൻ മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് നേരിട്ട് ഇസ്ലാം മതം പഠിച്ച സഹാബത്ത് മുഖേനയാണ്. ആ സഹാബികളെ കണ്ടവരുമാണ് പിൽക്കാലത്തുള്ള ഇമാമിങ്ങൾ. ഇമാം അബൂ ഹനീഫ, ഇമാം മാലിക്, ഇമാം ഷാഫി, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹും അതിൻ്റെ നേതൃരംഗത്തുണ്ടായിരുന്ന മഹാന്മാരാണ്. ആ മഹാന്മാർ എങ്ങനെയാണോ ഖുർആൻ മനസ്സിലാക്കിയത്, എങ്ങനെയാണോ നിയമങ്ങൾ പഠിപ്പിച്ചത്, എങ്ങനെയാണോ വിശ്വാസ കാര്യങ്ങൾ വിവരിച്ചത്, എങ്ങനെയാണോ ഓരോ കാര്യങ്ങളും വിവരിച്ചു തന്നത്, അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് നാം ഖുർആൻ മനസ്സിലാക്കി വരാകുന്നത്. അതിൻ്റെ തെളിവായി ഇമാമിങ്ങൾ ഉദ്ധരിച്ച ആയത്താണ് ഫസ്അലൂ അഹ്ലദ്ദിക്രി ഇൻ കുൻതും ലാ തഅലമൂന ബിൽ ബയ്യിനാതി വസ്സുബർ. തെളിവുകൾ ഗ്രഹിക്കാൻ കഴിയാത്ത നിങ്ങൾ പണ്ഡിതന്മാരെ അവലംബിച്ച് ജീവിക്കണം. ആ പണ്ഡിതന്മാരെന്ന് പറയുന്നത് നമ്മൾ സാധാരണയായി പറയുന്ന പണ്ഡിതന്മാരല്ല, മറിച്ച് സാങ്കേതിക അർത്ഥത്തിൽ ആലിം, മുഫ്തി, മുജ്തഹിദ് എന്നൊക്കെ പറയുന്നത് അത് മുത്ലഖ് മുജ്തഹിദുകളായ, അഥവാ ഖുർആൻ ഹദീസിൽ നിന്ന് നേരിട്ട് നിയമങ്ങൾ കണ്ടെത്താൻ കഴിയുന്നവരും സഹാബത്തും താബീങ്ങളുമൊക്കെ ജീവിച്ച കാലഘട്ടത്തിൽ ജീവിച്ച പണ്ഡിതന്മാർ പറഞ്ഞ നിയമങ്ങളും വിധികളും തീരുമാനങ്ങളുമൊക്കെ സമഗ്രമായി പഠിച്ചവരും അറബി ഭാഷയുടെ എല്ലാ ആഴത്തിലും ഇറങ്ങി അറബി ഭാഷ പഠിച്ചവരും ഏറ്റവും വലിയ ബുദ്ധിമാന്മാരുമായ മഹാന്മാരായ ഇമാമിങ്ങളാണ്. ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. എല്ലാ വിഷയങ്ങളും പരിശുദ്ധ ഖുർആനിലുണ്ട്. കുല്ലു മാ ഹകമ ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഹുവ മിമ്മാ ഫഹിമ മിനൽ ഖുർആൻ. നബിതങ്ങൾ ഏത് കാര്യം പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ഖുർആനിൽ നിന്ന് ഗ്രഹിച്ചെടുത്തതാണ്. അതുകൊണ്ട് തന്നെ നബിതങ്ങളും ഖുർആനും തമ്മിൽ, ഹദീസും ഖുർആനും തമ്മിൽ എതിരാവുകയെന്ന ഒരു അജണ്ടയെ, ഒരു പ്രശ്നമേ ഉദിക്കുന്നില്ല. ചിലരൊക്കെ ഖുർആനും ഹദീസും എതിരായാൽ ഖുർആൻ സ്വീകരിക്കണമെന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നവർ ഉണ്ട്. മഹാനവറുകൾ ശേഷം പറഞ്ഞു, നബിതങ്ങൾ പറഞ്ഞില്ലേ, ഇന്നി ലാ ഉഹില്ലു ഇല്ലാ മാ അഹല്ലല്ലാഹു ഫീ കിതാബിഹി വലാ ഉഹരിമു ഇല്ലാ മാ ഹറമല്ലാഹു ഫീ കിതാബിഹി. ഞാനൊരു കാര്യം അനുവദിക്കുന്നതും ഞാനൊരു കാര്യം നിഷിദ്ധമായി പ്രഖ്യാപിക്കുന്നതുമൊക്കെ അള്ളാഹുവിൻ്റെ ഖുർആനിൽ ഉള്ളതാണ്. എന്നിട്ട് അവിടുന്ന് വീണ്ടും പറഞ്ഞു, ജമീഉ മാ തഖൂലുഹുൽ അയിമ്മത്തു, ഇമാമിങ്ങൾ പറയുന്നതൊക്കെ സറഹുൽ ലിസ്സുന്ന, അത് നബിതങ്ങളുടെ വിശദീകരണത്തിന്, നബിതങ്ങളുടെ ചര്യയുടെ വിശദീകരണമാണ്. വജമീഉ സുന്ന, നബിതങ്ങളുടെ ചര്യ എന്ന് പറയുന്നത് സറഹുൽ ലിൽ ഖുർആൻ, അത് ഖുർആനിൻ്റെ വിവരണമാണ്. അപ്പോൾ പരിശുദ്ധ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നവർ യഥാർത്ഥത്തിൽ ആ അയിമ്മത്തിനെയും സഹാബത്തിനെയും പിന്തുടർന്ന് ജീവിക്കുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്താണ്. അവരെ പിന്തള്ളിയിട്ട് ഓരോരുത്തരുടെ ഇഷ്ടപ്രകാരം മതം പറയാൻ ഒരുങ്ങുമ്പോഴാണ് ഇസ്ലാം മതത്തിൽ ഭിന്നിപ്പുണ്ടാകുന്നത്. വലാ തകൂനു കല്ലദീന തഫറഖു വഖ്തലഫു മിൻ ബഅദി മാ ജാഅഹുൽ ബയ്യിനാത്ത്. തെളിവുകൾ വന്നു കിട്ടിയതിന് ശേഷവും ഭിന്നിപ്പുണ്ടാക്കുന്നവരാകരുത് എന്ന് ഖുർആൻ പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്. വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു. നിങ്ങൾ അല്ലാഹുവിൻ്റെ ദീൻ, പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ദീൻ, അത് മുറുകെ പിടിക്കണം, നിങ്ങൾ ഭിന്നിക്കരുതെന്ന് ഖുർആൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ആ ആയത്തിൻ്റെയൊക്കെ അർത്ഥം വരെ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്നുണ്ട് എന്നത് ഖേദകരമാണ്. ഇസ്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും അവിടുത്തെ സഹാബത്തിൽ നിന്നും അയിമ്മത്തിൽ നിന്നും പഠിക്കേണ്ടതാണ് ഇസ്ലാം. അതനുസരിച്ച് ജീവിക്കുമ്പോഴാണ് ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നവരാകുന്നത്. ചെറിയൊരു ഉദാഹരണത്തിന് വേണ്ടി ഞാൻ പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി ലസ്തു മിസ്ലക്കും, ഞാൻ നിങ്ങളെപ്പോലെയുള്ള ഒരാളല്ല. ഇന്നി ലസ്തു കഅഹദിൻ മിൻകും, ഞാൻ നിങ്ങളിൽ ഒരാളെപ്പോലെയും അല്ല. ഇമാം ബുഖാരി അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ നബി തങ്ങൾ പഠിപ്പിച്ചതിന് നേരെ വിരുദ്ധമായി
സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിൻ്റെ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്ത് ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ് എന്ന ആയത്തിൻ്റെ അപ്പുറവും ഇപ്പുറവും ഒക്കെ മാറ്റിവെച്ച് ഇന്നമാ അന ബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലൊരു മനുഷ്യൻ തന്നെയായിരുന്നു എന്ന് എഴുതി വെച്ചവരും പ്രസംഗിച്ചവരും ഇവിടെയുണ്ട്. ഇതുപോലെ പരിശുദ്ധ ഖുർആൻ നോക്കിയാൽ വലഖദ് ആതൈനാ മൂസൽ കിതാബ ഫലാ തകും ഫീ മിർയത്തിൻ മിൻ ലിഖാഇഹി വജഅൽനാഹു ഹുദൻ ലിബനി ഇസ്രായീൽ. മൂസാ നബി അലൈഹിസ്സലാമിനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു എന്ന് ഖുർആൻ പറയുന്നു. മൂസാ നബി അലൈഹിസ്സലാമിനെ കണ്ടു എന്ന് ഖുർആൻ പറയുന്നു. നമുക്കറിയാം, മിറാജിൻ്റെ രാത്രിയിൽ ആകാശലോകത്ത് കണ്ടിട്ടുണ്ട്. അതേപോലെ ഇസ്രായിന് വേണ്ടി പോയപ്പോൾ ഖബറിൽ വെച്ച് നിസ്കരിക്കുന്നതും കണ്ടിട്ടുണ്ട്. ഇത് രണ്ടും ബുഖാരിയിലും മുസ്ലിം നോക്കുന്ന ആളുകൾക്ക് കാണാൻ കഴിയുന്ന വിഷയമാണ്, സഹീഹായ ഹദീസിലുള്ളതാണ്. പക്ഷേ നമുക്കറിയാം, പലപ്പോഴും ജനങ്ങളോട് ഫലസ്തീനിൽ മുസ്ലിമീങ്ങൾക്ക് പ്രശ്നമാണ്, ലെബനാനിൽ പ്രശ്നമാണ്, യു.പിയിൽ പ്രശ്നമാണ്. അതുകൊണ്ട് നമ്മൾ എല്ലാ ഭിന്നിപ്പുകളും മറന്ന് എന്നിട്ട് നമ്മൾ ഞങ്ങളെ സഹായിക്കുകയും ഞങ്ങളെ കൂടെ നിൽക്കുകയും ചെയ്യണമെന്ന് പറയുന്ന ചില കക്ഷികൾ, ഞാൻ ചോദിക്കുന്നു, അവരെന്തിനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കമുള്ള മുഴുവൻ പ്രവാചകന്മാരുടെയും ശരീരം മണ്ണിൽ വെച്ച് ജീർണിച്ച് നശിച്ചുപോയി എന്ന് എന്തിനാണ് അങ്ങനെ ഒരു ദുർബോധനം നടത്തിയത്? അതുകൊണ്ട് ഫലസ്തീനിലെ പ്രശ്നം പരിഹരിക്കുമോ? അതുകൊണ്ട് ലെബനാനിലെ പ്രശ്നം പരിഹരിക്കുമോ? സിറിയയിലെ പ്രശ്നം പരിഹരിക്കുമോ? ലോകത്തുള്ള മുസ്ലിമീങ്ങൾ മുഴുവനും ഖുർആൻ അംഗീകരിക്കുന്നവർ അമ്പിയാക്കളെ സംബന്ധിച്ച് അവരുടെ ശരീരം നശിക്കുന്നില്ലെന്നും മൂസാ നബി ഖബറിൽ വെച്ചെഴുന്നേറ്റ് നിസ്കരിക്കുന്നത് നബി തങ്ങൾ കണ്ടുവെന്നും ആ മൂസാ നബി അലൈഹി സ്വലാം ആകാശലോകത്ത് പോയി ഖിയാമത്ത് നാൾ വരെ ജീവിക്കുന്ന ജനങ്ങൾക്ക് നിസ്കാരം 5 വക്തായി ചുരുക്കി 50ന്റെ പ്രതിഫലം വാങ്ങിച്ചു കൊടുക്കുന്ന അതിമഹത്തായ സഹായം നൽകുകയും ചെയ്തത് ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിനെ തള്ളിയിട്ട് അവരെല്ലാം കഴിഞ്ഞുപോയി, അവർക്കിനി ഒന്നിനും കഴിയില്ല, അവർക്കൊരു കഴിവുമില്ല, സ്ഥാനവുമില്ല, ജീർണിച്ച് നശിച്ചുപോയി എന്ന് മുസ്ലിം സമുദായത്തെ പഠിപ്പിച്ചതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിൻ്റെ വിരോധികൾക്ക് കിട്ടുന്ന കാര്യമെന്താണ്? സമുദായത്തിന് കിട്ടുന്ന കാര്യമെന്താണ്? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. മഹാനായ നബിയുല്ലാഹി സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് വഫാത്തായപ്പോൾ മഹാനവറുകൾ ആ നിന്ന നൃത്തത്തിൽ തന്നെ നിൽക്കുന്നു. അവസാനം ചില തഫ്സീറുകളിൽ പറഞ്ഞതനുസരിച്ച് 1 വർഷമോ അല്ലെങ്കിൽ മാസങ്ങളോ കഴിഞ്ഞതിന് ശേഷം കുത്തിപ്പിടിച്ച വടി അത് ചെതലെറുമ്പ് തിന്ന് അത് മറിഞ്ഞു വീണപ്പോഴാണ് അവിടെയുള്ള ജിന്നുകൾക്ക് മഹാനവറുകൾ വഫാത്തായത് അറിയാൻ കഴിഞ്ഞതെന്ന് ഖുർആനിലില്ലേ? അങ്ങനെ ശരീരം ജീർണിക്കുകയാണെങ്കിൽ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ ശരീരം 2-3 ദിവസം കൊണ്ട് ജീർണിക്കേണ്ടതായിരുന്നില്ലേ? സുഹൃത്തുക്കളെ, അതിൻ്റെ തെളിവുകളിലേക്ക് ഞാൻ കടക്കുന്നില്ല, ഖുർആൻ തന്നെയാണ് ഞാൻ പറയുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ സുന്നത്ത് ജമാഅത്തിൻ്റെ വിരോധികൾ ഖുർആൻ അംഗീകരിക്കുന്നില്ല. അവർ ഖുർആൻ അംഗീകരിക്കുന്നുവെങ്കിൽ അവർ നമ്മുടെ മുൻഗാമികളായ മഹാന്മാർ പഠിപ്പിച്ച ദീനിലേക്ക്, സുന്നത്ത് ജമാഅത്തിലേക്ക് തന്നെ വരേണ്ടി വരും, യാതൊരു സംശയവും ഇല്ല. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم. മുഅ്മിനീങ്ങൾ സത്യവിശ്വാസികൾ നടന്ന വഴി വിട്ടുകൊണ്ട് പുതിയ വഴി സ്വീകരിക്കരുത്. ഇത് ഖുർആൻ വ്യക്തമായി പഠിപ്പിച്ചതല്ലേ? പക്ഷേ ലോക മുസ്ലിമീങ്ങൾ മുഴുവനും നടന്നു വന്ന എത്രയെത്ര ആചാരങ്ങളെയാണ് ചോദ്യം ചെയ്തിട്ടുള്ളത്. 2 ബാങ്ക് ജുമഅക്ക് വിളിക്കുന്നതും അതേപോലെ അറബിയിൽ മാത്രം നിസ്കരിക്കുകയും ബാങ്ക് വിളിക്കുകയും അറബിയിൽ മാത്രം ഖുതുബ ഓതുകയും ചെയ്യുക എന്നത് മുസ്ലിം സമൂഹം മുമ്പേ നടന്നു വന്നൊരു ആചാരമല്ലേ? അത് മാറ്റിമറിക്കാൻ ഇവിടെ ആർക്കാണ് അധികാരം? യഥാർത്ഥത്തിൽ ഖുർആൻ അംഗീകരിക്കുന്നുവെങ്കിൽ ആ ഖുതുബയുടെ ഭാഷ മാറ്റുകയില്ലായിരുന്നു. സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നത് കണ്ടോ അതുപോലെ നിസ്കരിക്കണമെന്ന് നബി തങ്ങളുടെ കൽപ്പനയല്ലേ? പക്ഷേ നബി തങ്ങൾ എപ്പോഴെങ്കിലും നിസ്കരിച്ച ഭാഷയിലല്ലാതെ ഖുതുബ നിർവഹിച്ചിട്ടുണ്ടോ? ഖുതുബ നിർവഹിച്ച ഭാഷയിലല്ലാതെ നിസ്കരിച്ചിട്ടുണ്ടോ? രണ്ടിനും 2 ഭാഷയാക്കി മാറ്റാൻ ആരാണ് മുസ്ലിങ്ങളിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ചവർക്ക് അധികാരം നൽകിയത്? ഇനി നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആൻ, വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. ഖുർആൻ പല സ്ഥലങ്ങളിലും കഴിഞ്ഞുപോയ മുർസലീങ്ങളെ സംബന്ധിച്ച് പരാമർശിച്ചിട്ടുണ്ട്.
അതിലൊരു സ്ഥലത്ത് വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ബിലിസാനി ഖൗമിഹി, ഏത് റസൂലിനെയും പറഞ്ഞേക്കുമ്പോൾ ആ റസൂലിൻ്റെ നാട്ടുകാരും കുടുംബക്കാരും ആയ ആളുകളുടെ ഭാഷയിലാണ് ദീനിൻ്റെ കാര്യങ്ങൾ എത്തിച്ചു കൊടുത്തത്. ഇത് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ ആയത്ത് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ബാങ്കിലും അതുപോലെ തന്നെ നിസ്കാരത്തിലും ഖുത്ബയിലുമൊക്കെ അറബി തന്നെ ആകണം എന്നതിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് എടുത്തുദ്ധരിച്ചിട്ടുള്ളത്. എന്നാൽ ഇരിക്കട്ടെ സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ എല്ലാ മുർസലീങ്ങൾക്കും നൽകിയ ആശയം പഠിപ്പിച്ചു. ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ, ഞാനല്ലാതെ ആരാധനക്കർഹനില്ല, എനിക്ക് നിങ്ങൾ ഇബാദത്തെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് എല്ലാ മുർസലീങ്ങളെയും പറഞ്ഞയച്ചത്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി സുബ്ഹാനല്ലാഹ്, അല്ലാഹു അല്ലാത്ത ആരോടും സഹായം ചോദിക്കാൻ പാടില്ല എന്നൊരു പുതിയ തൗഹീദ് ചിലർ കൊണ്ടുവന്നു. പരിശുദ്ധ ഖുർആനിൽ അതിന് വിരുദ്ധമായിട്ടല്ലേ ഉള്ളത്. ഇനിസ്തൻസറൂകും ഫിദ്ദീനി ഫഅലൈകുമുൻ നസ്ർ, സഹായം ചോദിച്ചാൽ സഹായിക്കണമെന്നല്ലേ ഖുർആനിലുള്ളത്, സഹായം ചോദിക്കരുത് എന്നല്ലല്ലോ ഖുർആനിലുള്ളത്. ഇതേപോലെ തന്നെ ധാരാളം ആയത്തുകൾ കാണാം. അതേ ഖുർആൻ സ്വീകരിക്കുമ്പോൾ ഖുർആനിൻ്റെ തഫ്സീറുകൾ സ്വീകരിക്കൽ അനിവാര്യമാണ്. നിങ്ങൾക്കറിയാം, പലപ്പോഴും എതിരാളികൾ തന്നെ അംഗീകരിക്കുന്ന തഫ്സീർ ഇബ്നു കസീറിലടക്കം വലൗ അന്നഹും യളമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമാ എന്ന ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം നബിതങ്ങളെ വിളിച്ച് തേടുന്നതിൻ്റെ തെളിവായി, നബിതങ്ങളോട് റെക്കമെൻഡ് തേടുന്നതിൻ്റെ തെളിവായി അതേ ഇബ്നു കസീറിലടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. സുഹൃത്തുക്കളെ, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു തന്നെ ആ ആയത്ത് ഓ ഫലിസ്തഖ്ബിൽഹു വസ്തശ്ഫീ ബിഹി, നബിതങ്ങളിലേക്ക് തിരിഞ്ഞു നിന്ന് നബിയോട് ശഫാഅത്ത് തേടിക്കോളൂ, അതിൻ്റെ തെളിവാണ് ഈ ആയത്ത് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു പോലും ഉദ്ധരിച്ചിട്ടുണ്ടല്ലോ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അതേ റെക്കമെൻഡിന് ആവശ്യപ്പെട്ടാൽ അവർ മുശ്രിക്കുകളാണ്, അബൂജഹലിനെ പോലെ ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്ന് പറഞ്ഞ് മുഖ്യധാരാ മുസ്ലിമീങ്ങളെ, കഴിഞ്ഞുപോയ ഇമാമിങ്ങളെയും സഹാബത്തിനെയും അടക്കം ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയവരായി ചിത്രീകരിച്ചവർ ചെയ്ത പാതകം എത്ര വലുതാണ് എന്ന് മുസ്ലിം സമുദായം ചിന്തിക്കേണ്ടതുണ്ട്. എന്നിട്ടോ ഞങ്ങൾ ഖുർആൻ സ്വീകരിക്കുന്നവരാണെന്ന് പറയുകയും ചെയ്യും. ഇതേപോലെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതേ ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ് എന്നൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ബാക്കി എന്താണ്? അമറ അല്ലാ തഅബ്ദു ഇല്ലാ ഇയ്യാഹ്. ഏതൊരു വിഷയത്തിലും തീരുമാനം, വിധി പറയാനുള്ള അധികാരം അള്ളാഹുവിനാണ്. കാരണം അള്ളാഹുവിൻ്റേതാണ് എല്ലാ സൃഷ്ടികളും. പക്ഷേ അതിനർത്ഥം എന്താണ്? ഒരു സൃഷ്ടികൾക്കും ജഡ്ജിയാകാൻ പാടില്ലെന്നോ, മധ്യസ്ഥം പറയാൻ പാടില്ലെന്നോ, മധ്യസ്ഥം പറഞ്ഞ് തീരുമാനം പറയാൻ പാടില്ലെന്നോ അല്ലല്ലോ അതിൻ്റെ അർത്ഥം. ഇതുകൊണ്ടല്ലേ ഖവാരിജുകൾ എന്ന് പറയുന്ന പുത്തനാശയക്കാർ വന്ന് ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ് എന്ന ആയത്തുദ്ധരിച്ചുകൊണ്ട് ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്ത് സഹാബികളൊക്കെ ശിർക്ക് ചെയ്ത മുശ്രിക്കുകളാണെന്ന് പറഞ്ഞ് മുഖ്യധാരാ മുസ്ലിമീങ്ങളെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കി പ്രഖ്യാപിക്കുകയും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു സുബ്ഹി നിസ്കരിക്കാൻ പള്ളിയിലേക്ക് വരുമ്പോൾ വാളെടുത്ത് തലക്ക് വെട്ടി കൊന്നുകളയുകയും ചെയ്തു. ഇത് ചെയ്തത് ഖവാരിജുകളാണ്. അവരുദ്ധരിച്ചത് ഖുർആനാണ്. പക്ഷേ ഖുർആനിൻ്റെ ശരിയായ ആശയമല്ല അവർ പറഞ്ഞത്. അവർ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യുകയായിരുന്നു. അതുകൊണ്ടാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന ചെറുപ്പക്കാരനായ സഹാബിയായ ആ വലിയ മഹാനവറുകൾ അവരോട് സംവാദം നടത്തുമ്പോൾ പരിശുദ്ധ ഖുർആനിലെ വേറെ ആയത്തുകൾ ഉദ്ധരിച്ച് ഫബഅസൂ ഹക്മൻ മിൻ അഹ്ലിഹി വഹക്മൻ മിൻ അഹ്ലിഹാ എന്ന ആയത്തുദ്ധരിച്ച് നിങ്ങളാ ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ് എന്ന ആയത്തോതിയിട്ട് മുഖ്യധാരാ മുസ്ലിമീങ്ങളെ മുശ്രിക്കായി ചിത്രീകരിച്ചത് ശരിയല്ല എന്ന് ബോധ്യപ്പെടുത്തിയപ്പോഴാണ് 4000-ഓളം ആളുകൾ അവരെ കൂട്ടത്തിൽ നിന്ന് സുന്നത്ത് ജമാഅത്തിലേക്ക് തിരിച്ചു വന്നത്. ഇനി ഞാൻ പറയട്ടെ, പരിശുദ്ധ ഖുർആൻ എടുത്തു നോക്കിയാൽ വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, ഈമാനുള്ള പുരുഷന്മാർക്ക് ഓ നബിയെ തങ്ങൾ റെക്കമെൻഡ് ചെയ്യണം, അവരെ പാപം പൊറുക്കാൻ തങ്ങൾ റെക്കമെൻഡ് ചെയ്യണം എന്നല്ലേ ഖുർആനിലുള്ളത്. പക്ഷേ അങ്ങനെ ഒരു റെക്കമെൻഡിൻ്റെ ആവശ്യമില്ല എന്ന് സാധാരണക്കാരെ പറഞ്ഞു പഠിപ്പിച്ച് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ബഹുമാനം ഇകഴ്ത്തിയത് ഖുർആനിന് വിരുദ്ധമല്ലേ? സഹോദരന്മാരെ, മുനാഫിക്കുകളുടെ ലക്ഷണം പറയുമ്പോൾ ഖുർആനിൽ
തആലൂ യസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹ്, അല്ലാഹുവിൻ്റെ റസൂൽ റെക്കമെൻഡ് ചെയ്യും, അത് നബിയോട് റെക്കമെൻഡിന് ആവശ്യപ്പെടാൻ വരൂ എന്ന് പറയുമ്പോൾ ലവ്വറൂസഹും തല തിരിച്ചു കളയും, വറഅയ്തഹും യസുദ്ദൂൻ അവർ പിരിഞ്ഞു പോകും, അവർ അതിന് കിട്ടുകയില്ല എന്ന് കപടവിശ്വാസികളെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞത്. ഖുർആനിലില്ലേ ആ കാപ്പട്യത്തിൻ്റെ വിശ്വാസത്തിലേക്കല്ലേ സുന്നത്ത് ജമാഅത്തിൻ്റെ വിരോധികൾ പലപ്പോഴും ആളുകളെ തിരിച്ചു കൊണ്ടുപോകുന്നത്. وكانوا من قبل يستفتحون على الذين كفروا فلما جاءهم ما عرفوا كفروا به فلعنة الله على الكافرين. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പ് യഹൂദികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുൻനിർത്തി നബി തങ്ങൾ വരുന്നതിന് മുമ്പ് അവരുടെ പണ്ഡിതന്മാരടക്കം തവസ്സുൽ ചെയ്തതായും ആ തവസ്സുലി ശരിയായിരുന്നു, പക്ഷേ നബി തങ്ങൾ വന്നപ്പോൾ നബി തങ്ങളെ അവർ സ്വീകരിച്ചില്ല, അവിടെയാണ് അവിശ്വാസം സംഭവിച്ചതെന്നും ഖുർആൻ പഠിപ്പിക്കുന്നില്ലേ? ഇതേപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ നോക്കിയാൽ ഇന്ന ആയത മുൽകിഹി അൻ യതിയകും താബൂതു ഫീഹി സകീനത്തും മിർ റബ്ബിക്കും വബഖിയത്തും മിമ്മാ തറക ആലു മൂസാ വ ആലു ഹാറൂൻ. ഹാറൂൻ നബിയും മൂസാ നബി അലൈഹിസ്സലാം ഉപയോഗിച്ച വസ്തുക്കൾ അത് വലിയ ബറക്കത്തിന് വേണ്ടി, അതേ പുണ്യത്തിന് വേണ്ടി എടുത്തുകൊണ്ടുപോയപ്പോൾ യുദ്ധത്തിൽ വിജയം കൈവരിച്ച സംഭവം ഖുർആൻ പറയുന്നില്ലേ? ബറക്കത്ത് ഖുർആൻ അംഗീകരിച്ചതല്ലേ? വമൻ യുഅള്ളിം ശആയിറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അതേപോലെ അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുകയെന്നത് അതാണ് തഖ്വയെന്നും അത് ആവശ്യമാണെന്നും അത് പടച്ചവൻ്റെ അടുക്കൽ പുണ്യമാണെന്നും ഖുർആനിലില്ലേ? പക്ഷേ അള്ളാഹ് ബഹുമാനിച്ചതിനെ ആദരിക്കുമ്പോൾ അതെല്ലാം ശിർക്കിൻ്റെ പട്ടികയിലേക്ക് തള്ളി മുസ്ലിമീങ്ങളെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കാനല്ലേ പലരും ഇവിടെ ശ്രമിച്ചത്? ഓ സുഹൃത്തുക്കളെ, പരിശുദ്ധ ഖുർആൻ നോക്കിയാൽ വൈദാ ഖീല ലഹും ആമിനൂ കമാ ആമനന്നാസ്, സഹാബത്ത് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണമെന്ന് പറയപ്പെട്ടാൽ ഖാലൂ അനൂമിനു കമാ ആമന സുഫഹാ, അവർ വിഡ്ഢികളാണ്, ആ വിഡ്ഢികളെ പോലെ ഞങ്ങൾ വിശ്വസിക്കുകയില്ലെന്ന് പറഞ്ഞവർ ഖുർആൻ മുനാഫിക്കുകളിൽ എണ്ണി പറഞ്ഞിട്ടില്ലേ? ആ സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം wudu എടുത്തു കഴിയുമ്പോൾ ശരീരത്തിൽ ഊറ്റി വീഴുന്ന വെള്ളം പോലും നിലത്ത് വീഴാൻ അനുവദിക്കാതെ അത് തൊട്ട് പുരട്ടിയവരല്ലേ സഹാബത്ത്? പുരട്ടാൻ കഴിയാത്തവർ കിട്ടിയവരുടെ കയ്യിൽ നിന്ന് തൊട്ട് പുരട്ടി എന്നല്ലേ ബുഖാരിയിലുള്ളത്? ആ സഹാബത്തിനെ വിഡ്ഢികളും പോയത്തക്കാരുമാക്കി പറഞ്ഞവർ അവർ ഈമാനില്ലാത്തവരാണെന്നല്ലേ ഖുർആൻ പറയുന്നത്? ഏതെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ അതേ അഫ്ദലുൽ അഅമാലി അൽ ഹുബ്ബു ഫില്ലാഹി വൽ ബുഗ്ദു ഫില്ലാഹ്, അമലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ അമലാണ് അൽ ഹുബ്ബു ഫില്ലാഹി വൽ ബുഗ്ദു ഫില്ലാഹ്, അല്ലാഹുവിന് വേണ്ടിയുള്ള സ്നേഹം. ആ സ്നേഹത്തിൻ്റെ പേരിലാണ് ബദരീങ്ങളെ മദ്ഹ് പാടുന്നത്, ആ സ്നേഹത്തിൻ്റെ പേരിലാണ് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിൻ്റെ മദ്ഹ് പാടുന്നത്, റിഫായി ശൈഖിൻ്റെ മദ്ഹ് പാടുന്നത്. ഭൗതികമായ താല്പര്യത്തിനല്ല, മറിച്ച് അവർ അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുകയാണ്. അവർ അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി ത്യാഗം ചെയ്തവരെന്ന നിലക്കുള്ള സ്നേഹം പ്രകടിപ്പിച്ച് അവരുടെ പേരിൽ ഒരു ഫാത്തിഹ ഓതിയാൽ, അല്ലെങ്കിൽ അവരുടെ പേരിൽ ഭക്ഷണം കൊടുത്താൽ, അല്ലെങ്കിൽ അവരെ മദ്ഹ് പാടിയാൽ അതെല്ലാം ബിദ്അത്തും ശിർക്കുമായി ചിത്രീകരിച്ചത് ഏത് ഖുർആനിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഖുർആൻ തന്നെ അല്ലേ നമ്മളെ പഠിപ്പിച്ചത്? വഫ്അലുൽ ഖൈറ ലഅല്ലക്കും തുഫ്ലിഹൂൻ, നല്ല കാര്യങ്ങൾ നിങ്ങൾ ചെയ്തോളൂ, നിങ്ങൾക്ക് വിജയികളാകാം. അതുപോലെ നല്ല കാര്യം ആര് ചെയ്താലും അതിൻ്റെ ഫലം കിട്ടും. ഏത് ഖൈറായ പ്രവർത്തനം ചെയ്താലും അതിന് ഫലമുണ്ട്. ഏത് നല്ല കാര്യം ചെയ്താലും പാരത്രിക ലോകത്ത് അതിൻ്റെ ഗുണം ലഭിക്കും. ഇങ്ങനെ എത്ര ആയത്തുകൾ നല്ല കാര്യം ചെയ്യാൻ ഖുർആൻ കൽപ്പിച്ചു. പക്ഷേ ആ ഒരു വലിയ നല്ല കാര്യങ്ങളിൽ പെട്ടതായിരുന്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ 2 ചട്ടയുടെ ഉള്ളിലായി ക്രോഡീകരിച്ച് എഴുതി വെച്ചത്. പക്ഷേ അത് നബിതങ്ങൾ ചെയ്യാത്ത കാര്യമായതിനാൽ സിദ്ദീഖുൽ അക്ബർ പിഴച്ചുപോയി എന്ന് റാഫിളത്ത് വാദിച്ചു. ആ റാഫിളത്ത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പിഴച്ചു എന്ന് വാദിച്ചു. അവർ പറഞ്ഞത് എന്താണ്? മുഹമ്മദ് നബി ചെയ്യാത്ത പുതിയ കാര്യം ചെയ്തു അബൂബക്കർ സിദ്ദീഖ്, അതുകൊണ്ട് പിഴച്ചുപോയി എന്നാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു 2 ബാങ്ക് നടപ്പാക്കിയത് ബുഖാരിയിലുള്ളതാണ്. ആ 2 ബാങ്ക് കൊടുത്താൽ നരകത്തിൽ കടക്കുമെന്ന് പറഞ്ഞ് ലോക മുസ്ലിമീങ്ങളെ മുഴുവനും ബിദ്അത്തുകാരായി ചിത്രീകരിച്ചത് നമ്മുടെ കേരളത്തിൽ ഭിന്നിപ്പുണ്ടാക്കിയ അഹ്ലുസുന്നയുടെ പ്രതിയോഗികളായ ആളുകളാണെന്ന് അറിയാത്തവരാരെങ്കിലും ഉണ്ടോ? ഖുൽ ബിഫളില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫലിയഫറഹു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന സന്തോഷം പ്രകടിപ്പിക്കണമെന്ന് ഖുർആൻ പറഞ്ഞതല്ലേ? ആ നബി തങ്ങൾ മുഖേന സന്തോഷം പ്രകടിപ്പിച്ച അവിടുത്തെ ജന്മത്തിൽ ആരെങ്കിലും ഒരു കുട്ടി പാട്ട് പാടിപ്പോയാൽ, അല്ലെങ്കിൽ നബി തങ്ങൾ പേരിൽ 10 സ്വലാത്ത് ചൊല്ലിപ്പോയാൽ, അല്ലെങ്കിൽ അവിടുത്തെ പേരിൽ ഭക്ഷണം ദാനം ചെയ്താൽ അതൊക്കെ നരകത്തിലേക്കുള്ള വഴിയാണെന്ന് പറഞ്ഞത് ഖുർആനിന് എതിരല്ലേ? അള്ളാഹിൻ്റെ ഖുർആൻ പറഞ്ഞത് എന്താണ്? ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ, നിങ്ങൾ സംഘടിപ്പിക്കുന്ന മുഴുവനത്തെക്കാളും ഖൈറാണ് എന്നല്ലേ നബി തങ്ങൾക്ക് വേണ്ടിയുള്ള സന്തോഷ പ്രകടനത്തെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞത്? ഓ സുഹൃത്തുക്കളെ, ബഹുമാനാദരവുകൾ നൽകണം എന്നത് ഖുർആനല്ലേ? ലാ തജ്അലൂ ദുആ അർ-റസൂലി ബൈനകും കദുആഇ ബഅദികും ബഅദാ, എല്ലാവരെയും വിളിക്കുമ്പോൾ നബി തങ്ങളെ വിളിച്ചുകൂടാ. അതേപോലെ തന്നെ ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി, നബി തങ്ങളുടെ ശബ്ദത്തേക്കാൾ നിങ്ങൾ ശബ്ദം ഉയർത്തിക്കൂടാ. ഇങ്ങനെ തുടങ്ങിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകതകൾ എടുത്തു പറയുകയും അവിടുത്തോട് അങ്ങേയറ്റത്തെ ആദരവ് പ്രകടിപ്പിക്കുകയും ചെയ്യണമെന്ന് ഖുർആൻ തന്നെയല്ലേ പഠിപ്പിച്ചത്? പക്ഷേ അത് സ്വീകരിക്കാൻ പലപ്പോഴും പലർക്കും സാധിക്കുന്നില്ല. മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ദുററുൽ കാമിനയിൽ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തഅലീം ചെയ്യുന്ന, ആദരിക്കുന്നതിൻ്റെ ഭാഗമാണ് നബി തങ്ങളെ വിളിച്ച് സഹായം തേടുന്നത്. അതിനെതിരായി പറയുന്നത് വളരെ അപകടം പിടിച്ച വാദമാണെന്ന് ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ദുററുൽ കാമിനയിൽ പറഞ്ഞ് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലേ? അല്ലാഹുവിൻ്റെ ഖുർആൻ വല്ലദീന യഖൂലൂന റബ്ബന ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ, കഴിഞ്ഞുപോയ മഹാന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്കും കൂടി പ്രാർത്ഥിക്കണമെന്നും അങ്ങനെ പ്രാർത്ഥിക്കുന്നത് ഈമാനുള്ളവരുടെ പരിപാടിയാണെന്നും ഖുർആൻ പഠിപ്പിച്ചിട്ടില്ലേ? പക്ഷേ ആ പ്രാർത്ഥനകൾ മഹാന്മാരുടെ പേരിൽ പ്രാർത്ഥന നടത്തുമ്പോൾ അതിനെതിരെ തിരിഞ്ഞു നിൽക്കുന്നവരാരാണ്? അബ്ശിർ ബിനൂറൈനി ഊതീതഹുമാ, അതേ നിങ്ങൾക്ക് നൽകപ്പെട്ട വലിയ 2 സന്തോഷത്തിൻ്റെ വെളിച്ചങ്ങൾ. അതേ ആ വെളിച്ചം എന്താണ്? നോ നബിയെ, ഫാത്തിഹത്തുൽ കിതാബി വ ഖവാതിമു സൂറത്തുൽ ബഖറ ലൻ തഖറഅ ബിഹർഫിൻ മിൻഹുമാ ഇല്ലാ ഉതീതഹു, ഫാത്തിഹ ഓതിയിട്ട് പോകട്ടെ, ഫാത്തിഹയിൽ ഒരു അക്ഷരമെങ്കിലും ഓതിയിട്ട് ദുആ ചെയ്താൽ ഉത്തരം കിട്ടുമെന്ന് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ടിന്റെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മലക്ക് പ്രത്യേകമായി വന്നറിയിച്ചു കൊടുത്തതല്ലേ? പക്ഷേ ഫാത്തിഹ ഓതുമ്പോൾ ഇറങ്ങിപ്പോകുന്നവരാരാണ്? ഫാത്തിഹ ഓതുമ്പോൾ അത് അംഗീകരിക്കാത്തവരാരാണ്? ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചോളൂ, ഞാൻ ഉത്തരം തരുമെന്ന് ഖുർആൻ പറഞ്ഞതല്ലേ? പക്ഷേ സുബ്ഹാനല്ലാഹ്, മരിച്ചുപോയൊരു മയ്യത്തിനു വേണ്ടി അല്ലാഹുമ്മ ഔസിൽ മിസ്ല സവാബി മാ ഖറഅനാഹു, ഞങ്ങൾ ഓതിയതിൻ്റെ പ്രതിഫലം ഞങ്ങൾക്ക് നീ തരുമല്ലോ അല്ലാഹ്, അതേപോലെ ഒന്ന് ഈ മരിച്ച മയ്യത്തിന് കൊടുക്കണേ എന്ന് പറയുമ്പോൾ ആമീൻ പറയുന്നതിന് പകരം 2 കൈയും ബേക്കോട്ട് പിടിച്ചിട്ട് സുബ്ഹാനല്ലാഹ് ഇതൊരു മഹാ തെറ്റാണെന്ന് കാണുന്ന വിധത്തിൽ പ്രവർത്തിക്കുന്നവർ ഖുർആനുമായി എന്ത് ബന്ധമാണ്? ഹദീസുമായി എന്ത് ബന്ധമാണ്? ഇങ്ങനെ ഓരോന്നിലേക്ക് കടന്നാൽ പറഞ്ഞാൽ തീരൂലല്ലോ. ഞാൻ ഉദാഹരണത്തിന് വേണ്ടി മാത്രം ചിലത് സൂചിപ്പിച്ചതാണ്. പരിശുദ്ധ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് ചെയ്യുന്ന കാര്യങ്ങൾ അതെല്ലാം ഖുർആനും സുന്നത്തും പഠിപ്പിച്ച വിഷയങ്ങളാണ്. നമ്മുടെ മുൻഗാമികളായ മഹാന്മാർ നമുക്ക് കാണിച്ചു തന്ന മാർഗത്തിൽ തന്നെ പിന്തുടർന്നുകൊണ്ടുള്ള ജീവിതമാണ്. അതിന് പകരം ഓരോരുത്തരും ഖുർആൻ നോക്കണമെന്ന് പറഞ്ഞ് ഇഷ്ടാനുസരണം ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യാൻ ഇറങ്ങിയവരുണ്ട്. അതാണ് ഇമാമിങ്ങളെ രേഖപ്പെടുത്തിയത്. ഫത്ഹുൽ അരിയിൽ മാലിക്കിൽ നമുക്ക് കാണാം. ജനങ്ങളോട് പറയാം, നിങ്ങളൊക്കെ ഖുർആൻ സ്വീകരിച്ചോ? എന്നിട്ടോ സുബ്ഹാനല്ലാഹ്, ഒരാൾ ഖുർആൻ നോക്കിയിട്ട് പറയാ നിസ്കാരം 3 വേറൊരാൾ ഖുർആൻ നോക്കിയിട്ട് പറയാ ക്രിസ്തു മതമാണ് ശരി, വേറൊരാൾ ഖുർആൻ നോക്കിയിട്ട് പറയാ അതേ ഇസ്ലാം മതം ശരിയല്ല. എന്തെല്ലാം വാദങ്ങളാണ്! വേറെ ചിലർ ഖുർആൻ നോക്കിയിട്ട് ഖുർആനിന് അകപ്പെരുള്ള് അല്ലെങ്കിൽ അകമ്പെരുള്ള് പൊരുള്ള് എന്നൊക്കെ പറഞ്ഞിട്ട് ഖുർആനിൻ്റെ ആശയത്തെ മുഴുവനും മാറ്റിമറിക്കുന്ന ബാത്തിനീയത്തും ഖുർആനിൻ്റെ ആശയങ്ങളെ മുഴുവനും മാറ്റിമറിക്കുന്ന കക്ഷികളും ലോകത്തിറങ്ങുകയാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിർഔനിനെ സംബന്ധിച്ച് പറഞ്ഞ സ്ഥലത്ത്, ആ ഫിർഔനിൻ്റെ ആളുകളെ സംബന്ധിച്ചും പറഞ്ഞ സ്ഥലത്ത് അന്നാറു യുറദൂന അലൈഹാ ഗുദുവൻ വഅശിയ്യ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞതല്ലേ? ഖബറിൽ കിടക്കുന്ന അല്ലെങ്കിൽ പിരമിഡിൽ കിടക്കുന്ന അല്ലെങ്കിൽ അതാ മഹ്ശറിലെത്തുന്നതിന് മുമ്പ് തന്നെ അന്നാറു യുറദൂന അലൈഹാ ഗുദുവൻ വഅശിയ്യ, അവർക്ക് നരകം കാണിക്കപ്പെടുന്നുണ്ട്. അതേ സമയത്ത് അള്ളാഹുവിലേക്ക് മടക്കപ്പെടുന്ന ഖിയാമത്ത് നാളിൽ അദ്ഖിലൂ ആല ഫിർഔന അസദ്ദൽ അദാബ്, വലിയ ശിക്ഷയിലേക്ക് പിന്നെ കടത്താൻ പോകുന്നുണ്ട്. ഈ ആയത്തിലെ ഖബറിലെ അദാബിന് തെളിവായിട്ട് ഇമാമിങ്ങൾ എടുത്തു ധരിച്ചിട്ടുള്ളത്. ആ ആയത്തിനെ മറികടന്നുകൊണ്ട്, ഹദീസുകളെ മറികടന്നുകൊണ്ട്
അതാ ഖബറിൽ ശിക്ഷയില്ലെന്ന വാദം ഉന്നയിക്കുന്നവർ ഇല്ലേ? ഖബറിൽ അതേ രക്ഷയില്ലെന്ന് പറയുന്നവർ ഇല്ലേ? സഹോദരന്മാരെ, എന്തെല്ലാം പുതിയ പുതിയ വാദങ്ങളാണ് രംഗത്ത് വരുന്നത്. പരിശുദ്ധ ഖുർആനുടനീളം കൃത്യമായി നിസ്കരിക്കണമെന്ന് പറയുമ്പോൾ നിസ്കാരമൊന്നും വേണ്ടതില്ല, കുറച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ മതി, അല്ലെങ്കിൽ ഏതോ ഒരു ശൈഖിനെ പിന്തുടർന്നാൽ മതി എന്ന് പറഞ്ഞ് നടക്കുന്ന കക്ഷികൾ ഇല്ലേ? വാസ്തവത്തിൽ ഖുർആൻ സ്വീകരിക്കാത്തവരാണ് എല്ലാ പുത്തനാശയക്കാരും. ആ പരിശുദ്ധ ഖുർആൻ വഇദാ റഅയ്തല്ലദീന യഖൂലൂന ഫീ ആയാതിനാ ഫഅരിദ് അൻഹും ഹത്താ യഖൂലൂ ഫീ ഹദീസിൻ ഗൈരി. ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യുന്ന കക്ഷികളെ കൂടെ ഇരിക്കാൻ പാടില്ല, അവരുടെ പ്രസംഗങ്ങൾ കേൾക്കാൻ പാടില്ല, അവരുടെ വാചകങ്ങൾ ശ്രദ്ധിക്കാൻ പാടില്ല, അവിടുന്ന് തിരിഞ്ഞു കളയണം. അഥവാ പിശാച് മറപ്പിച്ചിട്ട് നിങ്ങളെങ്ങാനും അത്തരക്കാരുടെ കൂടെ ഇരുന്നു പോയാൽ ഓർമ്മ വന്നാൽ പിന്നെ ഇരിക്കാൻ പാടില്ല. അങ്ങനെ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളുമായി ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യുന്നവരായി അകന്നു നിൽക്കണമെന്നത് ഖുർആൻ തന്നെ പഠിപ്പിച്ച ആശയമല്ലയോ? ആ ആശയത്തെ എല്ലാ ഇമാമിങ്ങളും അംഗീകരിച്ചത് കൊണ്ടല്ലേ വത്തിഫാഖ് സലഫിൽ ഉമ്മത്തി അലാ ദമ്മിൽ മുബ്തദിഅതി വമുഹാജറതിഹിം വഖസ്ഇ സ്വഹബതി മഅഹും. ഒരിക്കലും പുത്തൻവാദിയുമായി മതരംഗത്തൊരു ബന്ധവും പറ്റില്ല, അവരുമായി അകന്നു നിൽക്കണമെന്ന് ഖുർആൻ പഠിപ്പിച്ച ആശയത്തെയല്ലേ വത്തിഫാഖ് സലഫിൽ ഉമ്മ ഇജ്മാഅ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണെന്ന് ഇമാം ഖസാലി റളിയല്ലാഹു അൻഹു കിതാബുൽ മുസ്തസ്ഫയിൽ പറഞ്ഞത്. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. അതുകൊണ്ട് പറയാനുള്ളത്, നമ്മെ സംബന്ധിച്ച് സുബ്ഹാനല്ലാഹ്, നമ്മുടെ സംഘടനയെ സംബന്ധിച്ച് പഠിക്കാത്തവരുണ്ട്, മനസ്സിലാക്കാത്തവരുണ്ട്, മനസ്സിലാക്കാതെ പറയുന്നവരും ഉണ്ട്. ഞാൻ ഇന്നലെയോ ഞാൻ ഒരു ക്ലിപ്പ് കണ്ടു. ഒരു സമസ്ത വിരോധിയായ ഒരു മുസ്ലിയാരെ ക്ലിപ്പാണ്. അള്ളാഹു അദ്ദേഹത്തിന് നല്ലത് മാത്രം പറയാനുള്ള തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് എന്താണ്? 1989 ആശയത്തിൽ നിന്ന് നമ്മുടെ പ്രസ്ഥാനം വളരെ അകന്നു പോയിട്ടുണ്ടെന്നാണ്. സുബ്ഹാനല്ലാഹ്, നമ്മളെ പ്രസ്ഥാനം അന്നും ഇന്നും ഒരേ നൃത്തത്തിൽ തന്നെ നിൽക്കുന്നുണ്ട്. അതിൽ വേറെ ആർക്കും കണ്ണുകടി ആവശ്യമില്ല എന്ന് മാത്രം ഈ സമയത്ത് ഞാൻ ഉണർത്തുകയാണ്. നമ്മൾ അന്നും പറഞ്ഞതാണിത്. വത്തിഫാഖ് സലഫിൽ ഉമ്മത്തി അലാ ദമ്മിൽ മുബ്തദിഅതി വമുഹാജറതിഹിം വഖത്ഇ സ്വഹബതി മഅഹും. ആ പ്രസംഗിച്ച വ്യക്തിക്ക് ഓർമ്മയുണ്ടാകുമല്ലോ, നമ്മളെ നാദാപുരം ഭാഗത്ത് വന്നിട്ട് സുബ്ഹാനല്ലാഹ് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ മരിക്കുമ്പോൾ അവർക്കെല്ലാവർക്കും എല്ലാ പള്ളിയിലും എല്ലാവരും കൂടി ജമാഅത്തായി പണ്ഡിതന്മാരും അല്ലാത്തവരും അവർക്കൊക്കെ മറഞ്ഞ മയ്യിത്ത് നിസ്കരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയല്ല നമ്മളെ പണ്ഡിതന്മാർ ഫത്വ കൊടുത്തത്. ഇ കെ അബൂബക്കർ മുസ്ലിയാർ ഫത്വ കൊടുത്തത്, കണ്യത്ത് ഉസ്താദ് ഫത്വ കൊടുത്തത്, ശൈഖ് ആദം ഹസ്രത്ത് ഫത്വ കൊടുത്തത്, സമസ്ത കേരള ജമീഅത്ത് നമ്മുടെ മുൻഗാമികളായ കൊയപ്പക്കുഞ്ഞായി മുസ്ലിയാർ ഫത്വ കൊടുത്തത്, ശൈഖ് ആദം ഹസ്രത്ത് ഫത്വ കൊടുത്തത്. അങ്ങനെയല്ലെന്നും ഇമാമിയങ്ങൾ രേഖപ്പെടുത്തിയത് അങ്ങനെയല്ലെന്നും പറഞ്ഞപ്പോൾ അന്ന് അതിനെതിരെ പ്രസംഗിക്കാൻ വന്ന ആളാണ് ഞാൻ ഈ പറഞ്ഞ പ്രഖ്യാപനം നടത്തിയ വ്യക്തി എന്ന് ഞാൻ ഓർക്കുകയാണ്. ഒരിക്കലും തന്നെ ചിലരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുന്ന ചില വാചകങ്ങളുണ്ട്. ഞാനത് നമ്മുടെ പ്രവർത്തകന്മാർ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. ഇന്ന് നിങ്ങൾ സുന്നി വോയിസ് പുതിയ ലക്കമുണ്ടല്ലോ, ആ പുതിയ ലക്കം സുന്നി വോയിസിൽ നിങ്ങൾക്ക് കാണാം മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദിൻ്റെ ഒരു ചിത്രം. അതിൻ്റെ നേരെ അപ്പുറത്ത് ബഹുമാനപ്പെട്ട ഫദ്ൽ പൂക്കോയ തങ്ങൾ ഇരിക്കുന്ന ചിത്രം കാണാം. ഫദ്ൽ പൂക്കോയ തങ്ങൾ മുതലക്കുളം മൈതാനിയിൽ മുമ്പൊരിക്കൽ നടന്ന പരിപാടിയിൽ പങ്കെടുത്ത ആളാണ്. പക്ഷേ മഹാനായ ഫദ്ൽ പൂക്കോയ തങ്ങൾക്കെതിരെ നമ്മുടെ സംഘടന ഒരക്ഷരം പറഞ്ഞിട്ടില്ല. കാരണം എന്തുകൊണ്ട്? ആ ഒരു പരിപാടിയിൽ, എന്തോ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ മാത്രമാണ് സുബ്ഹാനല്ലാഹ് ഇവിടെ വലിയ പ്രശ്നങ്ങളുണ്ടായത് എന്ന് വരുത്തി തീർക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫദ്ൽ പൂക്കോയ തങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാകുമായിരുന്നോ? ആ സ്റ്റേജിൽ പങ്കെടുത്ത ആളായിരുന്നില്ലേ? പക്ഷേ അത്തരത്തിലുള്ള സദസ്സിൽ നിന്ന് സുന്നത്ത് ജമാഅത്തിനെതിരായ പ്രസംഗം നടത്തുമ്പോൾ അതിനെതിരെ പറയാതെ പണ്ഡിതന്മാരിരുന്നാൽ അത് അല്ലാഹുവിൻ്റെ ദീനിനെതിരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നല്ലാതെ അതിൻ്റെ പേരിലാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായത് എന്ന് വരുത്തി തീർക്കുന്നത് ശുദ്ധമായ കളവാണ്, സത്യത്തിന് വിരുദ്ധമാണ്. അതിൻ്റെയൊക്കെ മുന്നേ എന്തെല്ലാം പ്രശ്നങ്ങൾ ഇവിടെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെന്ന് ചരിത്രമറിയാകുന്ന എല്ലാവർക്കും അറിയാം. പക്ഷേ എല്ലാവർക്കും ഇപ്പോൾ ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെ
എങ്ങനെയെങ്കിലും ചർച്ചയിലേക്ക് വലിച്ചിട്ട് നമ്മളതിനൊക്കെ മറുപടി പറയുന്നവരായി ഒന്നിറങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. ആ പൂതിയും തൽക്കാലം അവിടെ വെച്ചാൽ മതി. ഞങ്ങൾ ഈ സമുദായത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്ന, സമുദായത്തിൻ്റെ നന്മക്ക്, രാഷ്ട്രത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്നതാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളെ ലക്ഷ്യം. അല്ലാതെ കുറേ വിഴുപ്പലക്കലുകൾ അല്ല എന്ന് ഈ സമയത്ത് ഉണർത്തി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.